ഹലോ ഫ്രണ്ട്സ്, അൽബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി മലബാർ സ്റ്റൈൽ ബീഫ് കറിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 കിലോ ബീഫാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 4 വലിയ സവാള, വലിയ 3 തക്കാളി, ഒരു 5-8 പച്ചമുളക്, ഒരു 1.5 വെളുത്തുള്ളി, വലിയ 2 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3 പീസ് പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 5 ഏലക്കായ ഇതുകൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലോട്ട് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മുടെ കാശ്മീരി മുളക് പൊടിയായിട്ടുള്ള അതുകൊണ്ട് എരിവ് കുറവായിരിക്കും, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കഴുകി വെച്ച ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 6 വിസിലടുപ്പിക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.